Hello everyone, welcome back again to my channel. Welcome to Easy Foods. മിക്സ്ഡ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണെന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ മുമ്പ് ഫ്രൈഡ് റൈസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ ലാസ്റ്റിലും കൊടുക്കാം. കാണേണ്ടവരൊന്ന് പോയി കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടതെന്ന് നോക്കാം. ചിക്കൻ ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഒരു കോഴിമുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീനും ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ഇങ്ങനെ വേണമെങ്കിലും ഇടാം. ഞാൻ പകുതി മുറിച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. ഗാർലിക് ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, സെലറിയുടെ തണ്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഒരു ലെമൺ, ഒരു ചിക്കൻ സ്റ്റോക്ക്, 1/4 കപ്പ് ക്യാരറ്റ്, 1/4 കപ്പ് ബീൻസ്, സ്പ്രിംഗ് അണിയൻ്റെ തണ്ട് ഭാഗം അരിഞ്ഞത് 1/4 കപ്പ്. നമ്മൾ വലിയ ഉള്ളി ചേർക്കുന്നില്ല, അതിന് പകരം സ്പ്രിംഗ് അണിയൻ്റെ ഈ തണ്ട് ഭാഗമാണ് ചേർക്കുന്നത്. പിന്നീട് സ്പ്രിംഗ് അണിയൻ്റെ ലീഫ് അരിഞ്ഞതും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1/4 കപ്പ് റെഡ് ക്യാപ്സിക്കം, സോയ സോസ്, വൈറ്റ് പെപ്പർ, ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ലോങ് ബസ്മതി റൈസാണ്. ഹാഫ് കുക്ക്ഡായിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പാനിൽ 3 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സ്പ്രിംഗ് അണിയൻ്റെ തണ്ട് ഭാഗം 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, ഒരുപാട് നേരം വഴന്ന് കിട്ടണ്ട. 1/4 കപ്പ് സെലറിയുടെ തണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സെലറി ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ഫ്ലേവറാണ്, പ്രത്യേകിച്ചും ചൈനീസ് ഫുഡിന്. അപ്പം നമ്മൾ സെലറി മേടിച്ച് വെച്ചാൽ പിന്നീട് നമുക്ക് ഇതുപോലെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് വേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കാലം കേടുകൂടാണ്ട് സെലറി എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം 1/4 കപ്പ് ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കിൻ്റെ പകുതി ഞാൻ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ നടുവിലായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ മുറിക്കാതെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ പകരം ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുത്താലും മതി. നമുക്കൊരു ബ്ലാക്കിഷ് കളർ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കുന്ന എന്ത് വെജിറ്റബിൾസും ഹാഫ് കുക്ക്ഡ് ആവാൻ ശ്രദ്ധിക്കണം. കൂടുതൽ വേവിച്ച് പോവരുത്. അതിൻ്റെ കളറ് മാറാത്ത രീതിയിൽ വേണം നമുക്ക് ഫ്രൈഡ് റൈസിലെ വെജിറ്റബിൾസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ റൈസ് ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ക്യാപ്സിക്കം ഒരുപാട് നേരം ഇട്ട് വഴറ്റുമ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് കളർഫുൾ ഫ്രൈഡ് റൈസ് കിട്ടില്ല. റൈസ് ചേർക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് വഴറ്റാനും പാടില്ല. ഇനി ഞാനിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയുടെ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനും എഗ്ഗും പ്രോൺസും നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മളുടെ മിക്സിങ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. എല്ലാ വെജിറ്റബിൾസും ഹാഫ് കുക്ക്ഡായിട്ട് നമ്മൾ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസ്, ലോങ് ബസ്മതി റൈസ് ഉപ്പിട്ട് ഹാഫ് കുക്ക്ഡായിട്ട് വേവിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയൊരു പാത്രത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ സുഖമാണ്, നമുക്കിട്ട് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ അരി പൊട്ടിപ്പോവാതെ കിട്ടും. പക്ഷെ നമ്മൾ ഹാഫ് കുക്ക്ഡായിട്ട് വേവിച്ചത് കാരണം പൊട്ടിപ്പോകുമൊന്നുമില്ല. എങ്കിലും മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഞാനിവിടെ 1 കപ്പ് റൈസിന് വേണ്ടിയിട്ട് സോട്ട് ചെയ്യുമ്പോൾ എടുത്തത് ആകെ 3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ കണ്ടൻറ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറോ 1 ടേബിൾ സ്പൂൺ നെയ്യോ ഒരു പ്രത്യേക ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാം. പക്ഷേ റിഫൈൻഡ് ഓയിൽ ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണിന് പകരം 4 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഓയിൽ കണ്ടൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ആകെ 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ മിക്സിംഗ് ഒക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് അണിയൻ ലീഫ് പാർട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. സ്പ്രിംഗ് അണിയൻ ഇട്ടതിന് ശേഷം വീണ്ടും കൂടുതൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മളുടെ ഫ്രൈഡ് റൈസ്, മിക്സ്ഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാല്ലാ മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.